ഹായ് ഡ്യൂഡ്സ്, എല്ലാവർക്കും നമ്മുടെ Portronics ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ബ്ലൂടൂത്ത് സ്പീക്കർ ഇറങ്ങിയിട്ട് ഏകദേശം ഒരു വർഷമായിട്ടുണ്ട്. നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഒരു നല്ല റിവ്യൂ കിടക്കുന്ന സ്പീക്കറാണ് ഇപ്പോൾ ഈ Portronicsൻ്റെ ഡൈനമോ ബ്ലൂടൂത്ത് സ്പീക്കർ. അപ്പോൾ അതാണ് നമ്മൾ മേടിച്ചതാണ്. നമുക്ക് എങ്ങനെയുണ്ട്, നമ്മുടെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടെക്നിക് യൂട്യൂബ് ചാനലാണ്. അപ്പോൾ നിങ്ങൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ട്, ഇപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒട്ടും സമയം വേണ്ട, ലെറ്റ്സ് ഡു ഇറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇതിൻ്റെ ബോക്സ് വരുന്നത്. Portronicsൻ്റെ ഡൈനമോ പോർട്ടബിൾ ബ്ലൂടൂത്ത് സ്പീക്കർ വിത്ത് FM കൂടി സപ്പോർട്ട് ചെയ്യുന്നതാണ്. TWS ഫംഗ്ഷൻ 5 വാട്ടിൻ്റെ സ്പീക്കറാണ്. 10 to 12 ലൈഫ് ലോങ് ബാറ്ററി ലൈഫൊക്കെയാണ് വരുന്നത്, പ്ലേ ടൈമൊക്കെ. ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ബ്ലൂടൂത്ത് വെർഷൻ 5.0 അങ്ങനത്തെ കേസുകളൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, കുറേ ഡീറ്റെയിൽസൊക്കെ തന്നെ എഴുതിയിട്ടുണ്ട് അവർ. 1 year വാറൻറ്റിയുടെ കേസ് എഴുതിയിട്ടുണ്ട്. പ്രൈസ് സെഗ്മെൻറ്റ് വരുന്നത് നമ്മൾ മേടിച്ചത് 1099 രൂപയ്ക്ക് കേട്ടോ. ഓക്കെ, നമുക്ക് എന്തായാലും ബോക്സ് ഓപ്പൺ ചെയ്യാം. ഈ പ്ലാസ്റ്റിക് റാപ്പൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യാം. ബോക്സ് അപ്പോൾ ഓപ്പൺ ചെയ്യാം. ഓക്കെ, ബോക്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ വരുന്നത് നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കറാണ്. Portronicsൻ്റെ ബ്ലൂടൂത്ത് സ്പീക്കർ വരുന്നുണ്ട്. യെസ്, ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് വരുന്നത്. ബ്ലൂ കളറാണ് നമ്മൾ എടുത്തേക്കുന്നത്. നമുക്ക് എന്തായാലും മാറ്റി വയ്ക്കാം. നമുക്കപ്പോൾ ഈ ബോക്സ് എടുത്ത് നോക്കാം, എന്തൊക്കെയുണ്ട് നോക്കാം ഈ ബോക്സിൽ. ഓക്കെ, ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇത് നമുക്ക് യൂസ് ചെയ്യണത് നമുക്ക് എവിടെയെങ്കിലും കുളത്തിടാനൊക്കെ യൂസ് ചെയ്യണതാണ്. അതുപോലെ തന്നെ പിന്നെ വരുന്നത് ഒരു USB കേബിളാണ് വരുന്നത്. അതുപോലെ യൂസർ മാനുവൽ വരുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ട ഐറ്റംസുകളൊക്കെ ഇവിടെ വരുന്ന യൂസർ മാനുവൽ വരുന്നത്. ഇത്രയും കേസസാണ് ബോക്സിലൂടെ നമുക്ക് കിട്ടുന്നത്. നമുക്ക് ഇവിടെ ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ സ്വിച്ചസൊക്കെ നോക്കാം. ഇവിടെ വരുന്നത് 4 സ്വിച്ചസാണ്. നമ്മുടെ വോളിയം കൂട്ടാൻ, കുറയ്ക്കാൻ, നെക്സ്റ്റ് സോങ് പ്ലേ ചെയ്യാൻ, അതുപോലെ തന്നെ പവർ ബട്ടണാണ് വരുന്നത്. ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ പ്ലെയിനായിട്ട് കിടക്കുകയാണ്. ഓക്കെ, ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. ഒരു USB കേബിൾ കുത്താനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇത്രയും കേസസാണ് വരുന്നത്. ഈ സൈഡൊക്കെ മെറ്റലാട്ടോ. ഈ സൈഡൊക്കെ ഫുള്ളി യൂസ് ചെയ്തേക്കുന്ന മെറ്റലാണ്. ഈ Portronicsന്ന് ഈ ഭാഗം മൊത്തം മെറ്റലാണ് യൂസ് ചെയ്തേക്കുന്നത്. സൈഡിലൊക്കെ വരുമ്പോൾ ഒരു പ്ലാസ്റ്റിക്കാണ്. നല്ല ക്വാളിറ്റി ഉള്ളൊരു പ്രൊഡക്റ്റാണ് യൂസ് ചെയ്തേക്കുന്നത്. അത്യാവശ്യം നല്ല വെയിറ്റ് വരുന്നുണ്ട്. എന്നാൽ വലിയ വെയിറ്റ് അല്ല, നല്ല കുഴപ്പമില്ലാത്തൊരു വെയിറ്റ് ഉണ്ട്. കംഫർട്ടബിൾ ആണ് മൊത്തത്തിൽ. അപ്പം ബിൽഡ് ക്വാളിറ്റി ഇഷ്യൂസ് ഒന്നും ഇല്ല. സൗണ്ട് നമുക്ക് നോക്കണം. നമുക്കിപ്പോൾ അത് പവർ ഓൺ ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് പിടിച്ചാൽ മതി. ഓക്കെ, ബ്ലൂവിൽ ഏരിയ തന്നെ ഉണ്ടല്ലേ, പവർ ഓൺ. യെസ്, ബ്ലൂടൂത്ത് മോഡിലേക്ക് അയക്കുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിൻ്റെ സൗണ്ട് കൂട്ടിയും കുറച്ചൊക്കെ നോക്കി പോസ് ചെയ്തൊക്കെ എങ്ങനെയുണ്ട് നോക്കാം. നമുക്ക് ഫംഗ്ഷൻസൊക്കെ വർക്ക് ചെയ്യേണ്ടത്. ഫാൻസിയസിൻ്റെ മ്യൂസിക് ഒന്ന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കാം. ടാപ്പ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ സൗണ്ട് അത് വെച്ചപ്പോൾ ചെറുതായിട്ട് ബാസൊക്കെ വന്നപ്പോൾ ചെറുതായി വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നല്ലൊരു സൗണ്ട് ക്വാളിറ്റി തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഭയങ്കര ലൗഡാണ്, നല്ലോണം ലൗഡായിട്ട് കേൾക്കുന്നുണ്ട്. ഒരു 5 വോൾട്ടിൻ്റെ ഈ സ്പീക്കർ ഒരു രക്ഷയില്ല. സൗണ്ടിൻ്റെ കേസൊക്കെ അടിപൊളിയാണ്. ക്വാളിറ്റിയും വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല. ഈ Portronics ഡൈനമോ ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ എന്തായാലും ഈ സ്പീക്കർ റെക്കമെൻഡ് ചെയ്യാണ്. ഈ സ്പീക്കറിന് വെറുതെ എല്ലാ റിവ്യൂ കൊടുക്കുന്നത്. നല്ലൊരു ക്വാളിറ്റി തന്നെ ഈ സ്പീക്കർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് സൗണ്ട് നല്ല ലൗഡാണ്, എന്നാൽ ക്ലിയർ ആണ്, വേറെ ഇഷ്യൂസ് ഒന്നും വരുന്നില്ല. അതുപോലെ തന്നെ ബിൽഡ് ക്വാളിറ്റി ആയാലും നല്ലൊരു സ്ട്രോങ് ബിൽഡ് ക്വാളിറ്റി തരുന്നുണ്ട്. പ്ലാസ്റ്റിക് ആയാലും നല്ലൊരു പ്ലാസ്റ്റിക് റാപ്പ് തന്നെ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ബിൽഡ് ക്വാളിറ്റിയുടെ ഇഷ്യൂസ് ഒന്നും വരുന്നില്ല. ഈ പ്രൊഡക്റ്റ് മേടിക്കണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടുന്നുണ്ട്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും അതിൽ നിന്ന് മേടിക്കാൻ നോക്കുക. മേടിക്കുന്നുണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ, ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.